പോഷണമാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നാളിതുവരെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയതാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അതേ ഊർജ്ജത്തോടുകൂടി ആവേശത്തോടുകൂടി ഒരു ദിവസം പോലും വിട്ടുപോകാതെയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ അങ്കണവാടി തലത്തിൽ നടത്തേണ്ടത്. നടത്തിയ പരിപാടികൾ അത്രയും തന്നെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ നമ്മൾ നാളെ, അതായത് 29-ാം തീയതി തിങ്കളാഴ്ച അങ്കണവാടി തലങ്ങളിൽ നിന്ന് നമ്മൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ആയതിനനുസരിച്ച് ഇന്ന് തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുക. അപ്പോൾ നാളത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ്. പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടൊപ്പമുള്ള ഒരു മീറ്റിംഗ് ആണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ആ മീറ്റിങ്ങിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് ആളുകൾ വന്നു, അവരോടൊപ്പം എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അംഗൻവാടിയിൽ ഫോട്ടോ എടുത്ത് അവസാനിപ്പിക്കലല്ല നാളത്തെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അത് നടത്തേണ്ട ചിട്ടയായിട്ടുള്ള ഒരു രൂപമുണ്ട്. അപ്പോൾ രക്ഷിതാക്കളോടൊപ്പമുള്ള ഒരു മീറ്റിങ്ങിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവണം. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര സമയം വരെ നമുക്ക് ഈ പരിപാടി നടത്തണം, അതിൽ ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. സാധാരണ അംഗൻവാടി കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടുള്ള മീറ്റിങ്ങിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കുറിച്ച് വെക്കുക. ഒന്ന്, കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതേപോലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ പോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ നാളത്തെ പ്രവർത്തനത്തിൽ ഒരു അജണ്ടയായിട്ട് ഉൾപ്പെടുത്തണം. അതിൽ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളർച്ചയും അതേപോലെ തന്നെ ഭാരം പരിശോധിച്ച് കൃത്യമായി അത് പോഷൻ ട്രാക്കറിൽ കൂടി രേഖപ്പെടുത്തുക. ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് മോണിറ്ററിംഗ് തന്നെയാണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടല്ലോ, നമുക്ക് 3 to 6 പ്രീ സ്കൂൾ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചാ നിരീക്ഷണം കൃത്യമായി നിങ്ങൾ അന്നത്തെ ദിവസം ചർച്ചയാക്കണം. അതിൽ വളർച്ച കുറഞ്ഞോ കൂടിയോ കൃത്യമായി വയസ്സിനനുസരിച്ചിട്ടുള്ള വളർച്ച തന്നെ ഉണ്ടോ എന്നുള്ളതൊക്കെ രക്ഷിതാക്കളുമായി കൃത്യതയോടുകൂടി അത് കണക്ക് സഹിതം പറഞ്ഞു കൊടുക്കുക. ആയത് നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് നാളെ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പോഷകാഹാര വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്ഷിതാക്കളുടെ സംശയങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ പരാതികളോ ഉണ്ടെങ്കിൽ അതും കൂടി നാളെ ചർച്ചയാക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാക്സിനേഷൻ, അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അത് നമ്മളെ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. ഏതൊക്കെ സമയങ്ങളിലാണ് അടുത്ത കുത്തിവയ്പ്പുകൾ വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും അറിഞ്ഞ് അതും പോഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ കുട്ടികളെ രോഗനിവാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് അന്ന് വിലയിരുത്താം. അതായത് ഡെയിലി കുളിക്കാതെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുളിക്കാത്തതിൻ്റെ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് സജഷൻ കൊടുക്കണമെങ്കിൽ നമ്മളെ രക്ഷിതാക്കളുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടെ നാളത്തെ PTA മീറ്റിങ്ങിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിദ്യാഭ്യാസവും പഠനവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതായത് പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ്, അതായത് പ്രാരംഭ ശിശു വിദ്യാഭ്യാസ പരിപാടികൾ, അതാണ് നമ്മൾ പ്രീ സ്കൂൾ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അതിലെന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം പ്രാവർത്തികമാക്കാൻ കൂടിയുള്ളൊരു അവസരമായിട്ട് തീരും. ഒപ്പം തന്നെ വീട്ടിൽ രക്ഷിതാക്കൾ തുടരേണ്ട പഠന രീതികൾ, നമ്മൾക്കറിയാം പ്രീ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മളുടെ രക്ഷിതാക്കൾ അവരോടൊപ്പം ഇരുന്ന് ഹോംവർക്ക് ചെയ്യാനും അവരുടെ മറ്റ് പഠന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പഠന രീതികളിൽ രക്ഷിതാക്കൾ കൂടുതൽ അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ കൂടുതൽ പ്രീ സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആവർത്തിച്ച് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഉണർത്തുക. ഒപ്പം തന്നെ അവരുടെ ഭാഷ, കുട്ടികളുടെ ഭാഷയും സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് രക്ഷിതാക്കളുടെ പങ്ക് എന്താണ് എന്നുള്ളത് കൃത്യമായി അവർക്കൊരു ബോധവൽക്കരണം കൂടി കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒപ്പം തന്നെ പോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ കുട്ടികൾക്ക് വീട്ടിൽ നൽകേണ്ട പോഷകാഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ ടീച്ചേഴ്സിന് അറിയാം. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്താണ്. നമ്മളാണ് ആധികാരികമായിട്ടും പോഷണത്തെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സന്ദർഭം നമ്മൾ മുന്നിൽ വന്നതിന് ശേഷം നിങ്ങൾ അമ്മമാർ
ടീച്ചർമാരുമായിട്ടോ അല്ലെങ്കിൽ രക്ഷിതാക്കളായിട്ടോ കൃത്യമായി പോഷകാഹാരം കുട്ടിക്ക് കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മെനു ഉണ്ടാവും. പോഷകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെനു ചാർട്ട് നമുക്കറിയാം. അത് പ്രകാരം നിങ്ങൾക്കൊരു സജഷൻ കൊടുക്കാം. ഒപ്പം തന്നെ ഏറ്റവും പോഷണക്കുറവുള്ള കുട്ടികളുണ്ടാവും. അവരെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനുമുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അതായത് സാമും മാമും ആയിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളുടെ പോഷൻ ട്രാക്കറുടെ കണക്കുകളിലുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കണക്കുകളിൽ അത്തരത്തിലില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും വളരെ കുറഞ്ഞ സാം ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പോഷകാഹാര കുറവ് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു കുട്ടി സാം ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതൊക്കെ രക്ഷിതാക്കളുമായിട്ട് നിങ്ങൾ വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. ഒപ്പം തന്നെ രക്ഷിതാക്കളുടെ പങ്കാളിത്തമാണ് നാളത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. അതായത് നിങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് സ്നേഹം പകരുന്നതിലും അതേപോലെ തന്നെ അവരുടെ കളിയിലായിക്കോട്ടെ അല്ലെങ്കിൽ കഥ പറച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റികളാണെങ്കിലും അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യണം. ഒപ്പം തന്നെ രക്ഷിതാക്കളുടെ സഹകരണത്തോടു കൂടി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായി ഇടപെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ ശുചിത്വവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആരോഗ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ ആരെങ്കിലും മദ്യപാനോ പുകവലി പോലെയുള്ള അപകടകരമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദോഷം എത്രമാത്രമാണ് എന്നുള്ള പ്രാധാന്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്ക് കാരണമാവും, കുട്ടികളുടെ നല്ല ഭാവിക്ക് അത് കാരണമാവും എന്നുള്ളത് കൃത്യമായി നിങ്ങൾ നാളത്തെ സെഷനിൽ വിവരിക്കണം. ഇതെല്ലാം തന്നെയാണ് കൂടുതൽ കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നിൽ അച്ഛനും അമ്മയും ബഹളം വെക്കുന്ന തർക്കിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിന്ന് കണ്ടുവരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സമാധാനപരമല്ലാത്ത ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മളെ കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് എത്രമാത്രം ദോഷകരമാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കാം. അതിനെല്ലാം കഴിവുള്ള നമ്മളെ ടീച്ചർമാരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ആധികാരികമായി തന്നെ ഓരോ വിഷയങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി അതെല്ലാം തന്നെ നാളത്തെ മീറ്റിങ്ങിൽ നിങ്ങളൊരു അജണ്ടയായിട്ട് ഇതെല്ലാം അവതരിപ്പിക്കുക. അതിനൊപ്പം തന്നെ നമ്മൾക്ക് അംഗൻവാടിയിലൂടെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളും നിരവധിയാണ്. അതെല്ലാം തന്നെ കൃത്യമായി വിവരിച്ചു കൊടുക്കുക. അതിൽ PMMBY എന്താണ്, പോഷൻ അഭിയാൻ സ്കീമുകൾ എന്താണ്, പോഷൻ അഭിയാൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, അതേപോലെ തന്നെ ആബ ഐഡിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം 3 to 6 കാറ്റഗറിയിലുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ തന്നെ ആബ ഐഡി നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ആബ ഐഡി എന്നും കൃത്യമായി ആബ ഐഡി എന്തിനാണ് രൂപീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അത് ടീച്ചേഴ്സിന് ആബ ഐഡിയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആബ ഐഡി എന്നും എങ്ങനെയാണ് നമുക്ക് പോഷൻ ട്രാക്കർ വഴി ആബ ഐഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ വിവരിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം, അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അത് നമ്മളുടെ അണ്ടറിലല്ലെങ്കിൽ പോലും നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നതൊക്കെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ അംഗൻവാടിയിലൂടെ അവർക്ക് അർഹതപ്പെട്ട ഏതൊക്കെ സേവനങ്ങളാണ് ഉള്ളത് നമുക്കറിയാം. പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വിശദമായി തന്നെ നിങ്ങൾക്ക് അന്നത്തെ മീറ്റിങ്ങിൽ സംസാരിക്കാൻ കഴിയും. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാളത്തെ മീറ്റിങ്ങിൽ കഴിവതും നമ്മൾക്ക് ഹെൽപ്പറും ടീച്ചറും ആയിരിക്കണം ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ആശയോ ANM ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നാളത്തെ മീറ്റിങ്ങിൽ ചർച്ചയാവേണ്ടത്. ആ ചർച്ചയിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രമാത്രം വില കൊടുത്തുകൊണ്ട് അതെല്ലാം നിങ്ങൾ സ്വീകരിക്കുക. അതിനുചിതമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് ആക്ടിവിറ്റിയും തീമും ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക. നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് 5 എൻട്രികൾ രേഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതിന് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി തെറ്റുകൂടാതെ തന്നെ രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ രേഖപ്പെടുത്തി അതിന് ശേഷം ഈ താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലേക്ക് എത്താൻ കഴിയും. ഇവിടെ നിന്ന് കൃത്യമായി തീം സെലക്ട് ചെയ്യണം.
ആ തീം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ECC എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ലെവലാണ്, അത് ക്ലിക്ക് ചെയ്ത് AWC എന്നാക്കണം. ബ്ലോക്ക് ആയിരിക്കും കാണുക. അത് AWC ആക്കിയതിന് ശേഷം വീണ്ടും ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ സെലക്ട് AWC എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അങ്കണവാടി സെൻറ്റർ തന്നെയാണ് എന്നുള്ളത് കൃത്യമായി ഉറപ്പാക്കുക. അതിനുശേഷം ആക്ടിവിറ്റിയാണ്. ഒരുപാട് ആക്ടിവിറ്റികൾ ഈ തീമിൻ്റെ അണ്ടറിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ തീമായിട്ട് പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ്. നമുക്ക് തിങ്കളാഴ്ചത്തെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. 29 എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തുക. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ 3 ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് ടീച്ചർക്ക് ആ ദിവസങ്ങളിൽ വിട്ടുപോയിട്ടുള്ള എൻട്രികൾ കൂടെ നിങ്ങൾക്ക് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ വിട്ടുപോയ എൻട്രികൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരിക. അതായത് നമ്മൾ നാളത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കളാണ്. അവിടെ അച്ഛന്മാരും ചിലപ്പോൾ അമ്മമാരും ചിലപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാം. അതുകൊണ്ട് തന്നെ അവിടെ മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്ന ഭാഗം എന്ന് പറയുന്നത് അഡൾട്ട് എന്ന് കാണുന്നത് ആദ്യം മെയിലാണ്. അതായത് പ്രീ സ്കൂൾ കുട്ടികളുടെ അച്ഛന്മാരാണ് പങ്കെടുത്തതെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ളവരെയാണ് അഡൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാളത്തെ രക്ഷകർത്തൃ മീറ്റിങ്ങിൽ എത്ര പേര് പങ്കെടുത്തു, അതിൽ ആണുങ്ങൾ എത്ര എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക. അമ്മമാരാണ് പങ്കെടുത്തതെങ്കിൽ ഫീമെയിൽ എത്ര പേര് എന്നുള്ളത് തൊട്ടപ്പുറത്തെ കോളത്തിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, സബ്മിറ്റ് ആവില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇനി ചിൽഡ്രൻ എന്ന് കാണുന്ന അവിടെ പ്രീ സ്കൂൾ കുട്ടികൾ കൂടി ഉണ്ടാവുമല്ലോ നാളെ. അപ്പോൾ ആ കുട്ടികളുടെ കണക്ക് കൂടെ നിങ്ങൾ അവിടെ കൊടുക്കുക. അതിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര എന്നുള്ളത് വ്യത്യസ്തമായി തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. AG കുട്ടികളില്ലെങ്കിൽ 0 എന്ന് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫോട്ടോ അപ്ലോഡിംഗ് ആണ്. ഈ രക്ഷകർത്തൃ മീറ്റിങ്ങിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ടീച്ചറും രക്ഷിതാക്കളൊക്കെ ഒരുമിച്ച് കുട്ടികളൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ നമ്മൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓർക്കുക, 2 MB കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ എന്നുള്ളത് കൃത്യമായി ഉറപ്പാക്കണം. PNG JPG ഫോർമാറ്റിലുള്ള ഫോട്ടോസ് മാത്രമേ നമുക്ക് അപ്ലോഡ് ആവുകയുള്ളൂ, വീഡിയോ അപ്ലോഡ് ആവില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷമായിരിക്കണം സബ്മിറ്റ് ബട്ടൺ കൊടുത്ത് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു പ്രവർത്തനത്തിൽ ഒരു ആക്ടിവിറ്റി നാളെ കഴിഞ്ഞ് ബാക്കിയുള്ള ആക്ടിവിറ്റികൾ ഏതൊക്കെ നമുക്ക് രേഖപ്പെടുത്താമെന്നുള്ളത് നോക്കാം. തീം എന്ന് പറയുന്നത് ECC തന്നെ 5 പ്രാവശ്യവും ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. അതിൽ ആദ്യത്തെ PTA മീറ്റിംഗ് എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമതുള്ളത് പാരൻസ് ഫോക്കസ്ഡ് ആക്ടിവിറ്റീസ് ഓൺ ഏർലി സ്റ്റിമുലേഷൻ ഫോർ 0 to 3 years എന്ന് കാണുന്നത് കൊടുക്കാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ECC കോർണർ സെറ്റപ്പ് ഡ്രൈവ്സ് അറ്റ് AWCs എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം സ്കൂൾ റെഡിനെസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം ECCയുമായി ബന്ധപ്പെട്ട് ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഏതെങ്കിലും 5 ആക്ടിവിറ്റികൾ നാളെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർമാർ കൃത്യമായി തീം സെലക്ട് ചെയ്യേണ്ടത് ECC എന്ന് കാണുന്നതാണ്. 5 ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. PTA മീറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റികളായിരിക്കണം നിങ്ങൾ തുടർന്ന് രേഖപ്പെടുത്തേണ്ടത്. ഒരു ആക്ടിവിറ്റി ഒരു തവണ ചെയ്ത് സബ്മിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ ഒരു സെൻറ്ററിന് 5 ആക്ടിവിറ്റികളെ നമുക്ക് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.